അങ്ങനെയാകുമ്പോൾ ഇനിയിപ്പോൾ രാജ്യം വിടാനുള്ളതായിരിക്കും പദ്ധതി. രാജ്യം വിടാനുള്ള പദ്ധതിയിലാണെങ്കിലും അവിടെയും പ്രശ്നം. വേൾഡ് കപ്പ് കാണാനാണെന്ന് പറഞ്ഞ് ഖത്തറിൽ പോയിട്ടുണ്ട്. കുറച്ചു മുന്നേ ലണ്ടനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. UK ഏതോ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണെന്ന് പറഞ്ഞ് 4-5 രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്ന് പാസ്പോർട്ട് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മളോട് പറയാതെ പോയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയില്ല. നമ്മൾ കളിതമാശയ്ക്ക് വേണ്ടി പലപ്പോഴും പറയും രാഹുൽ ഗാന്ധി പട്ടായയ്ക്ക് പോകുന്നതാണെന്ന്. ആ പറച്ചിൽ മുഴുവൻ പറഞ്ഞിരുന്നത് സംഘപരിവാറായിരുന്നു. നമ്മളങ്ങനെ ഒരിക്കലും ആ പറച്ചിലേക്ക് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ഇകഴ്ത്തി കാണിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പട്ടായയിൽ പോയിട്ടില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പട്ടായയിൽ പോയിട്ടുണ്ടാവും. അത് നമ്മൾ പറയണം. അത് പറച്ചു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോ എവിടെ ചെന്നൊളിച്ചാലും എങ്ങനെയൊക്കെ തന്നെ ഇതിൽ നിന്ന് മുങ്ങാൻ ശ്രമിച്ചാലും, ഞാൻ ആദ്യം പറഞ്ഞു പാലക്കാടിന്റെ MLA ആയിട്ട് വരാം, സ്വാഗതം, വന്നോളൂ, വന്ന പോലെ തിരിച്ചു പോവില്ല. പാലക്കാടിന്റെ MLA ആയിട്ട് തിരിച്ചു പോവില്ല. ഇനി അല്ല വരാതിരിക്കാനുള്ള ഉദ്ദേശിച്ച എങ്ങോട്ടാച്ച പൊക്കോളൂ, പോയിടത്തുനിന്ന് നമ്മൾ പൊക്കിയിരിക്കും. പൊക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലരൊക്കെ നമുക്കത് വേണ്ട പോലെ പറഞ്ഞു തരും. ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ പോയാൽ കിട്ടും എന്ന് പറഞ്ഞു തരുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ളത്. കൂടെ നിൽക്കുന്നവനെ ഒറ്റിയും കുതുകാൽ വെട്ടിയും ഇവർ നേടിയതൊക്കെയും അതിലൂടെ തന്നെ അവസാനിക്കാൻ പോകുന്ന ഒരു വിധി വൈപരീത്യത്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃസ്ഥാനത്തിന് ഇനിയുള്ള ബാക്കിയുള്ള ശിഷ്ടകാലം. ആ ശിഷ്ടകാലം ഞാൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പാലക്കാടിന്റെ MLA സ്ഥാനം രാജിവെക്കുന്നുവോ അന്ന് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോൺഗ്രസിന് 140 വർഷത്തെ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം കോൺഗ്രസ് ഇപ്പോഴും പേറുന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീശന്റെ വൾഗർ ആൻഡ് ഡിസ്ഗസ്റ്റിംഗ് സതീശന്റെ രാജിയും എഴുതി വാങ്ങപ്പെട്ടിരിക്കും. ഒരു സംശയവും വേണ്ട. അത് എത്ര ദിവസം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രശ്നം. ഇത് രണ്ടു കൂട്ടർക്കും പരസ്പരം അറിയാം. ആദ്യം നീയോ ആദ്യം ഞാനോ. ഇതാണ് അവർ തമ്മിലുള്ള ഒളിച്ചുകളി. കച്ചവടം പൊട്ടി. ഇടനിലക്കാരനാണെങ്കിൽ ബീഹാറിലാണ്. വിനിമയത്തിനാണെങ്കിൽ സംവിധാനങ്ങൾ ഫോൺ ഉണ്ടെങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല. കൂടെ നിൽക്കുന്നവരാണല്ലോ പലതും പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ 3 പേരും കൂടി ചേർന്ന് നടത്തിയ കൂട്ടുകച്ചവടം അവസാനിച്ചിരിക്കുകയാണ്. ആരെയാണ് പൂട്ടാൻ പോകുന്നത് എന്നേ കാണണ്ടു. നീ എന്നെ പെടുത്തിയാൽ നിന്നെ ഞാൻ പെടുത്തിക്കോളാം എന്നുള്ളതിന്റെ ധാർഷ്ട്യമായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഉച്ചരിച്ച ഓരോ വാക്കും. അത് തന്നെയാണ് VD സതീശന്റെ ഉള്ളില് ഉൾക്കിടലം സൃഷ്ടിക്കുന്നത്. ഇവൻ ഇത്രമാത്രം ധാർഷ്ട്യത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. സിമ്പിൾ. അത് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നടന്നത്. നമ്മളോടല്ല ആ ധാർഷ്ട്യം കാണിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. ആ ധാർഷ്ട്യം കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കാണിച്ചു എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അതിന്റെ മെസ്സേജ് എവിടെ പോയിരിക്കണമെന്ന് അറിയോ? ഇവിടുത്തെ ഓഫീസിലേക്കാണ്. ഇനിയും തുടർന്നാൽ, അതുകൊണ്ടല്ലേ പറഞ്ഞത് എന്നോട് ഒരാൾ രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ സൗകര്യത്തിന് 1:30 രാജിവെക്കും എന്ന് പറഞ്ഞത്. ഞാൻ എന്റെ സൗകര്യത്തിന് 1:30 രാജിവെക്കുന്നു. അപ്പൊ ഇവര് തമ്മിൽ ഈ നടക്കുന്ന അന്തർനാടകങ്ങൾ എന്തിന്റെയൊക്കെ പേരിലാണ് കേരള പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരള പൊതുസമൂഹം ആർജവത്തോടെ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൽക്കാലം ഒരു പരാതിയും എഴുതി നൽകാൻ സൗകര്യമില്ല എന്ന് തന്നെ ഓരോ ഈ ദുരനുഭവത്തിന് ഇരയായി വന്നവരും ഉറച്ചു തീരുമാനിക്കണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. നിങ്ങൾ ആ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കണം. ആ ഉറച്ച നിലപാടിൽ നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾ ഈ ഓരോ നിങ്ങളുടെ അനുഭവ കഥകൾ പറയണം. കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തട്ടെ. കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണയുടെ വീരേതിഹാസങ്ങൾ. ആരാണ് പ്രജ്വൽ രേവണ്ണ? ആരാണ്? ഇരയും വേട്ടക്കാരൻ എന്നുള്ള പ്രയോഗമൊക്കെ നമ്മൾ എപ്പോഴും നടത്തും അല്ലേ? ഇര എന്ന് വെച്ച് കഴിഞ്ഞാൽ PREY, പ്രിഡേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരയെ വേട്ടയാടി പിടിക്കുന്ന ഏതൊരു ജീവിയാണെങ്കിലും അത് പ്രിഡേറ്റർ ആണ്. അപ്പോ ആ വേട്ടക്കാരൻ കാമവലി തീർക്കുന്നതിന് വേണ്ടി അങ്ങനെ വേട്ടയാടി പിടിക്കാൻ ഒരുപക്ഷെ സമൂഹത്തിന്റെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ, ജാതീയമായി പിന്നോക്കം നിൽക്കുന്നവരെയൊക്കെ തന്റെ MP സ്ഥാനം ദുരുപയോഗം ചെയ്ത് അങ്ങ് കർണാടകയിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ കോൺഗ്രസിന്റെ മൂക്കിൻ മുമ്പിൽ ഒരു JDSന്റെ MLA അങ്ങനെ MP അങ്ങനെ ചെയ്തു എന്നും അയാളുടെ പേര് പ്രജ്വൽ രേവണ്ണയാണെന്നും ആയിരക്കണക്കിന് സ്ത്രീകളുമായി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ശാരീരിക ബന്ധങ്ങളും അതിക്രമങ്ങളും ക്രൂരതകളും ഒക്കെ ഒരു ഭയവുമില്ലാതെ മയവുമില്ലാതെ വീഡിയോയിൽ പകർത്തി അതിൽ കൂടി ആനന്ദം കണ്ടെത്തുകയും ചെയ്ത
നമ്മൾ ഇതുവരെയും വിചാരിച്ചു വെച്ചിരുന്ന സെക്ഷൽ പെർവേർഷന്റെ ഒരു പക്ഷേ സീരിയൽ സെക്ഷൽ ഒഫൻഡർ എന്നുള്ള രീതിയിൽ ഒന്നിനു പുറകെ ഓരോന്നായി രതിവൈകൃതങ്ങൾക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്നതിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മകുടോദാഹരണമായി കഴിഞ്ഞ 18 മാസങ്ങളായി നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ആ പ്രജ്വൽ രേവണ്ണയെ നാണിപ്പിക്കുന്ന വിധം കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണയായി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കഥകൾ ഓരോന്നോരോന്നായി കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വരും. ഒരു തർക്കവും വേണ്ട.